തിരുവാതിര നക്ഷത്രക്കാർ വ്യത്യസ്ത ശരീരികളായിരിക്കും. കൃശഗാത്രന്മാർ മുതൽ ഭീമകായകന്മാർ വരെ ഇവരിൽ പെട്ടിരിക്കും. ഇവർക്കൊരു വിശേഷതയുള്ളത് എല്ലാ വിഷയങ്ങളിലും പൊതുവെ ശോഭിക്കാമെന്നുള്ളതാണ്. ചെയ്യുന്ന പ്രവൃത്തി ഏതുതന്നെ ആയാലും അവയുടെ ഗുരുലഘുത്വത്തെപ്പറ്റി കണക്കാക്കാതെ ഏതും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യും. പല വിഷയങ്ങളിലും ശരിയായ വിജ്ഞാനം ഇവർ സമ്പാദിക്കും. എന്നാൽ അതിനനുസരണമായ പ്രശസ്തിയോ പ്രതാപമോ അഭിവൃദ്ധിയോ ഇവരിൽ കാണുന്നില്ല. അന്യന്മാരുമായുള്ള ബന്ധുത്വം, സൗഹൃദം എന്നീ ബന്ധങ്ങളിലെല്ലാം ഇവർ അസാമാന്യമായ ആത്മാർത്ഥതയുള്ളവരായിരിക്കുമെന്നുള്ളതിനാൽ ഇവരോട് ഇടപെടുക എന്നുള്ളത് ഹൃദ്യവും സന്തോഷകരവുമായിരിക്കേയുള്ളൂ. പക്ഷേ നിസ്സാര കാരണം മതി ഇവർ ക്ഷതപ്പെടാൻ. അരസത പോലെ തന്നെ വിരസതയും ഇവരിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടെന്നു വരും. എന്നാൽ ഒരു ഗുണം കൂടി ഇവർക്കുണ്ട്. പരിസ്ഥിതി മാറിയെന്ന് വരട്ടെ, കോപമെല്ലാം മറന്ന് സൗഹൃദഹസ്തം നീട്ടിയെന്നും വരാം. ഇത് കാരണം ഇവർ സംഘജീവിതത്തിൽ പ്രസിദ്ധന്മാരായി തീരുന്നു. പലരും കൂടുന്ന സദസ്സിൽ ഇവർ എല്ലാവരെയും രസിപ്പിക്കുന്നതിനും എല്ലാവർക്കും സഹായം ചെയ്യുന്നതിനും വിരുദ്ധന്മാരാണ്. സഹകരണ ബുദ്ധി ഇവരിൽ പരിപുഷ്ടമായി കാണാറുണ്ട്. ഫലിതം പറയുന്നതിനും വേണ്ടി വന്നാൽ അല്പമെല്ലാം പ്രയോഗിക്കുന്നതിനും ഇവർക്ക് താല്പര്യം ഒന്ന് വേറെ തന്നെയാണ്. ഇവർ ഏകാന്തതയെ ഇഷ്ടപ്പെടുന്നവരല്ല. തിരുവാതിര നാളുകാർ സ്ഥിരമായ ഏതെങ്കിലും ഒന്നിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതയാത്ര ചെയ്യുന്നവരല്ല. തൊഴിൽപരമായ പല മാറ്റങ്ങളും ഇവർക്കുണ്ടാകും. പല വിഷയങ്ങളിലും ശരിയായ വിജ്ഞാനം ഇവർക്കുണ്ടായിരിക്കുകയും ചെയ്യും. ഇവരുടെ വിജ്ഞാന സമ്പാദനമെല്ലാം ഏതാണ്ട് കുടത്തിലെ വിളക്കുപോലെ കരുതുന്നതായിരിക്കും ശരി. എന്തുകൊണ്ടെന്നാൽ ഇവർ സമ്പാദിക്കുന്ന പൊതുവിജ്ഞാനത്തിനനുസരിച്ചുള്ള പ്രശസ്തിയോ ഉത്കർഷമോ ഇവർക്കുണ്ടാകുന്നില്ലെന്നുള്ളതാണ് വാസ്തവം. അന്യന്മാരുടെ മുമ്പിൽ തലകുനിച്ച് ബഹുമാനാദരവുകൾ പ്രകാശിപ്പിക്കുവാൻ ഇവർക്ക് വളരെ പ്രയാസമായിരിക്കും. ഒരു പക്ഷേ ഇതായിരിക്കാം ഇവരുടെ പുരോഗതിക്ക് പ്രധാനമായ പ്രതിബദ്ധമായി തീരാവുന്നത്. അഭിമാനം, ആത്മബലം ഇവയെക്കുറിച്ചുള്ള ബോധം ഇവരെ പല വൈതരണികളിലും ചാടിച്ചെന്നു വരാം. സഹൃദയത്വവും യുക്തിയുക്തമായി സംസാരിക്കുന്ന സ്വഭാവവും ഇവർക്കുണ്ടായിരിക്കും. മെച്ചമായ ശാസ്ത്രീയ വിഷയത്തിലുള്ള ഗവേഷണം ഇവരെ സംബന്ധിച്ചിടത്തോളം വിജയകരമായിരിക്കും. വ്യവസായ വ്യാപാരങ്ങളിലും ഇവർക്ക് പരാജയം സംഭവിക്കാറില്ല. പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കുവാനുള്ള കഴിവും ഇവർക്ക് ജന്മസിദ്ധമാണ്. ആത്മാർത്ഥതയും നിഷ്പക്ഷതയും നിമിത്തം സംഭവിക്കാവുന്ന ദോഷങ്ങളെ മാത്രമേ ഈ രംഗങ്ങളിൽ അവർ നേരിടേണ്ടി വരികയുള്ളൂ. തിരുവാതിര നാളുകാർക്ക് കാണുന്ന മറ്റൊരു വിശേഷം ഏത് കാര്യത്തിലും ഒന്നുപോലെ രണ്ടുദ്ദേശങ്ങൾ കാണുമെന്നുള്ളതാണ്. വിദ്യാഭ്യാസ വിഷയത്തിലാണെങ്കിലും ഇതുതന്നെ. എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അതോടുകൂടി തന്നെ മറ്റൊരു പ്രവൃത്തി കൂടി നിർവഹിക്കാൻ ശ്രമിക്കും. ഒരു യാത്ര ചെയ്താൽ രണ്ടിൽ കുറയാത്ത ഉദ്ദേശങ്ങൾ സാധിക്കണമെന്നായിരിക്കും ഇവരുടെ ആഗ്രഹം. അതനുസരിച്ചായിരിക്കും പ്രവർത്തനവും. സഹൃദയരോട് സ്നേഹപൂർവ്വം ഇടപെടുകയും അങ്ങനെയുള്ളവർക്ക് കലവറ കൂടാതെ സഹായം എത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇവർ. തിരുവാതിര നാളുകാരിൽ ഭൂരിപക്ഷം പേരും പൊതുവെ ഗർവിഷ്ഠന്മാരും ഉപകാരസ്മരണയില്ലാത്തവരുമായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ സ്വാത്വികന്മാരാണെന്ന് നടിക്കുവാനും ഇവർ മടിക്കില്ല. സ്വഭാവ സ്ഥിരത കുറയും. അതുകൊണ്ട് ചിലർ ചപലന്മാരാണെന്നുള്ള പേര് സമ്പാദിക്കുകയും ചെയ്യും. പ്രായേണ ഇവരിൽ അധികം പേരും സഞ്ചാരശീലന്മാരായിരിക്കും. സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് അന്യസ്ഥലത്ത് താമസിക്കുന്നതിലാണ് ഇവർക്കിഷ്ടമുള്ളത്. പക്ഷേ സഞ്ചാരവും വിദേശവാസവുമാണ് ഇവർക്കിഷ്ടമുള്ളത്. സഞ്ചാരവും വിദേശവാസവും ഇവർക്ക് ഗുണകരമായി കാണുന്നു. ഏതാണ്ട് 31-42 വയസ്സിനകമാണ് ഇവരുടെ സുവർണകാലം ആരംഭിക്കുന്നത്. അഥവാ 32 മുൻപ് അഭിവൃദ്ധി ഉണ്ടായാൽ തന്നെയും പ്രസ്തുത കാലഘട്ടത്തിന് ശേഷമേ അവയ്ക്ക് സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയുള്ളൂ. വിവാഹ ജീവിതം തന്നെ അധികവും താമസിച്ചാണ് കണ്ടുവരാറുള്ളത്. മുൻകൂട്ടി വിവാഹം നടന്നാൽ തന്നെയും അഭിപ്രായ വൈരുദ്ധ്യം കൊണ്ടോ മറ്റു കാരണവശാലോ വേർപെട്ട് താമസിക്കുവാനിടയാകും. ജീവിതത്തിൽ പലവിധ പരിവർത്തനങ്ങളെയും വൈഷമ്യങ്ങളെയും ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിലും അവയൊന്നും പ്രകടമാക്കാതെ പ്രസന്ന ചിത്തന്മാരായി പൊതുജനരംഗത്ത് പ്രത്യക്ഷപ്പെടും. ഈശ്വര ഭക്തിയോടൊപ്പം ഫലിതം പറച്ചിലും ഇവരെ പിന്തുടരുന്നതാണ്. തിരുവാതിര നാളുകാർ പ്രത്യേകം ഭയപ്പെടേണ്ട ചില രോഗങ്ങളുണ്ട്. വാതരോഗം, ഹൃദ്രോഗം, ദന്തരോഗം ഇവയെല്ലാമാണത്. വിവാഹ ജീവിതത്തിൽ തിരുവാതിര നാളുകാർ പ്രായേണ വിജയികളായിരിക്കും. സാമ്പത്തികമോ വിദ്യാപരമോ സൗന്ദര്യപരമോ ആയ എന്തെങ്കിലും ഒരു വൈശിഷ്ട്യം അഭിമാനകരമാം വിധം ഈ നാളുകാരുടെ വിവാഹത്തിനുണ്ടാകുന്നതാണ്. ഭോഗസുഖം വേണ്ടത്ര സിദ്ധിക്കുകയും ചെയ്യും. ഭാര്യമാർക്ക് ഇവരിൽ കൂടുതൽ സ്വാധീനമോ നിയന്ത്രണമോ വയ്ക്കാൻ സാധിക്കുന്നു. ഈ നാളുകാരികളായ സ്ത്രീകൾ മിക്കവാറും കഫപിത്ത പ്രകൃതികളായിരിക്കും. സ്വഭാവ ഗുണവും പ്രശാന്തശീലവും ഇവരിൽ കാണുവാൻ കഴിയുമെങ്കിലും അന്യരുടെ ദൂഷണങ്ങളെ മാത്രം കണ്ടുപിടിക്കാനുള്ള ആഗ്രഹമായിരിക്കും ഇവരിൽ മുന്നിട്ടു നിൽക്കുന്നത്.
വിദ്യാഭ്യാസത്തിലും വിജ്ഞാന സമ്പാദനത്തിലും ഇവരിൽ ചിലർക്ക് താല്പര്യവും പുരോഗതിയും കണ്ടുവരുന്നുണ്ട്. ദാമ്പത്യ ജീവിതം വിജയകരമായിരിക്കേയില്ല. മിക്കവാറും താമസിച്ചുള്ള വിവാഹമായിരിക്കും ഈ നാളുകാരികളായ സ്ത്രീകൾക്കുണ്ടാവുക. എങ്കിൽ തന്നെയും ഭർത്താവിൽ നിന്നോ ഭർതൃസംബന്ധികളിൽ നിന്നോ തന്നെയും സംതൃപ്തികരമായ അനുഭവത്തിനിടയാകുന്നില്ല. മിക്കവാറും താറുമാറിൽ കലാശിക്കുന്ന വൈവാഹിക ബന്ധമായിരിക്കും തിരുവാതിര നാളുകാരികൾക്ക് അധികവും അനുഭവപ്പെടുന്നത്. മനസ്സിനെ മർദ്ദിക്കുന്ന സാഹചര്യങ്ങളും ഇവരുടെ അനുഭവ പരമ്പരകളായി കണ്ടുവരുന്നു. മക്കളെ കൊണ്ടോ ഭർത്താവിനെ കൊണ്ടോ സ്വന്തക്കാരെ കൊണ്ടോ ഇവരിൽ അധികം പേർക്കും ശരിയായ സ്വൈരതയ്ക്കിടം കിട്ടുന്നില്ല. ചിലർക്ക് ഭർതൃപരിത്യാഗമോ ഭർതൃമരണമോ കൊണ്ടുള്ള ദൗർഭാഗ്യത്തിനും ഇടയാകുന്നു. ആർത്തവ ദൂഷ്യം, രക്തദൂഷ്യം, രക്തക്കുറവ്, ഗർഭാശയ രോഗം ഇവയിൽ ഏതെങ്കിലും ഇവരെ കൂടെ ഉപദ്രവിച്ചെന്നു വരാം. ഈ നക്ഷത്രത്തിൽ വിദ്യാരംഭം ചെയ്യുന്നത് നല്ലതാണ്. വ്യവഹാരം തുടങ്ങുന്നതിനും അഗ്നി കൊണ്ട് ചെയ്തു തീർക്കേണ്ട ഏത് കാര്യങ്ങൾക്കും ഈ നക്ഷത്രം നല്ലതാകുന്നു. രാഹുർ ദശയിൽ 9 ജനനം, തുടർന്ന് വ്യാഴം 16, ശനി 19, ബുധൻ 17, കേതു 7, ശുക്രൻ 20, ആദിത്യൻ 6, ചന്ദ്രൻ 10 ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ. പ്രതികൂല നക്ഷത്രങ്ങൾ: പൂയം, മകം, ഉത്രം, ഉത്രാടം, മകരക്കൂർ, തിരുവോണം, അവിട്ടം, മകരക്കൂർ. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചാൽ 1-ാമത്തെ വയസ്സിലും 3-ാമത്തെ വയസ്സിലും ശ്വാസവീക്കത്താലും 7-ൽ വസൂരിയാലും 12-ൽ നാൽക്കാലി മൃഗത്താലും 16-ൽ വിഷത്താലും 18-ൽ ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയാലും 20-ൽ സ്ത്രീകളാലും 26-ൽ കൈവിഷത്താലും 30-ൽ കള്ളന്മാരാലും 36-ൽ രാജകോപത്താലും 40-ൽ കഴൽവാദത്താലും 47-ൽ ഉദരരോഗത്താലും 50-ൽ അർസസാലും 55-ൽ വയറുവേദനയാലും അരിഷ്ടതകളും വിഷമതകളും അനുഭവിക്കും. 60-ാമത്തെ വയസ്സിൽ വയറിളക്കത്താലും അരിഷ്ടിത. ഈ സന്ധികൾ കടന്നാൽ 85 വയസ്സു ചെന്ന് മിഥുനമാസം പൂർവപക്ഷം അഷ്ടമിയും ഞായറാഴ്ചയും കൂടിയായ ദിവസം ചോതി നക്ഷത്രം ഉദിച്ച് 21 നാഴിക ചെല്ലുമ്പോൾ ആപത്ത് സംഭവിക്കാം. ശനി, കേതു, സൂര്യൻ എന്നീ ദശകളിൽ ഇവർ വിധിപ്രകാരം ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കണം. ഇവർ രാഹുവിനെയും സർപ്പങ്ങളെയും ഭജിക്കുന്നത് നല്ലതാണ്. ജന്മനക്ഷത്ര ദിവസം സർപ്പക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുക. തിരുവാതിര, ചോതി, ചതയം നാളുകളിൽ രാഹുപ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. സർപ്പക്കാവിൽ കരിമരം വെച്ച് പിടിപ്പിക്കുക. രാശ്യാധിപനായ ബുധന്റെ പ്രീതിക്കുള്ള കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. കറുപ്പ്, കടും നീല എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ഇവർക്ക് ശുഭമായിരിക്കും.